അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് നമ്മളിലേക്ക് വരുന്നത്. മുഹറം 10, പരസ്പരം സന്തോഷങ്ങൾ പങ്കിടുന്ന വളരെ മനോഹരമായ ദിവസം. ഈ ദിവസത്തിൽ ഇങ്ങനെ സന്തോഷിക്കാൻ കാരണമായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവ കുറച്ചു പറഞ്ഞ് ഈ ദിവസം നമുക്ക് എന്തൊക്കെ അമലുകൾ ചെയ്യാം എന്നതിനെ കുറിച്ച് സൂചിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു താല വിലക്കപ്പെട്ട മരത്തിലേക്ക് പോയ കാരണത്താൽ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട അദ്ദേഹം അള്ളാഹുവോട് ഒരുപാട് തൗബ ചെയ്ത് നടന്നു. ആ തൗബ അള്ളാഹു താല സ്വീകരിച്ച ദിവസമാണ് മുഹറം 10. അദ്ദേഹത്തെ അള്ളാഹു താല സഫിയായി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസവും കൂടിയാണ് മുഹറം 10. മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊടുത്ത് എല്ലാം കാണിച്ചു കൊടുത്തു, സ്വർഗം കാണിച്ച് അതിൽ പ്രവേശിപ്പിച്ച് അദ്ദേഹം സ്വർഗത്തിൽ കഴിയേണ്ടി വന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി സാഹചര്യം ഒരുക്കപ്പെട്ട ദിവസം മുഹറം 10. അതുപോലെ തന്നെ ഭൂമി മുഴുവനും നിറഞ്ഞ വെള്ളപ്പൊക്കത്തിൽ നിന്ന്, തൂഫാനിൽ നിന്ന് അവർ നിർമ്മിച്ച കപ്പലിലൂടെ നൂഹ് നബി അലൈഹി സ്വലാമും അവിടുത്തെ അനുയായികളും രക്ഷപ്പെട്ടു തൂരിസീന പർവ്വതത്തിൽ വന്നിറങ്ങിയ പരിശുദ്ധമായ ദിവസം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിക്കാൻ തെരഞ്ഞെടുത്ത ദിവസം. നമ്രൂദ് എന്ന കിങ്കരന്റെ കരങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ അല്ലാഹു തആല തന്റെ ഖലീലായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷിച്ചെടുത്ത ദിവസം. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വയറ്റിൽ നിന്ന് അല്ലാഹു തആല രക്ഷിച്ചെടുത്ത ദിവസം. സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിലിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ദിവസം. തന്റെ മക്കൾ നഷ്ടപ്പെട്ട കാരണത്താൽ കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സയ്യിദുന യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല കാഴ്ച തിരിച്ചു കൊടുത്ത ദിവസം. സയ്യിദുന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല തൗറാത്ത് ഇറക്കി കൊടുത്ത ദിവസം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലഅനത്തുല്ലാഹി ഫിർഔനിന്റെ കരങ്ങളിൽ നിന്ന്, അവരുടെ പട്ടാളക്കാരുടെ കരങ്ങളിൽ നിന്ന് കടൽ മുറിച്ചു കടത്തി അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ദിവസം. സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ അല്ലാഹു തആല ആകാശ ലോകത്തേക്ക് ഉയർത്തിയ ദിവസം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അകപ്പെട്ട കലശലായ അസുഖത്തിൽ നിന്ന് അദ്ദേഹത്തെ അല്ലാഹു തആല സുഖപ്പെടുത്തിയെടുത്ത ദിവസം. ലോകം അടക്കി ഭരിക്കാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല അധികാരം കൊടുത്ത ദിവസം. സയ്യിദുന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ അല്ലാഹു തആല സ്വീകരിച്ച് അദ്ദേഹത്തിന് പാപമോചനം കൊടുത്ത ദിവസം. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുത്തു എന്ന് അല്ലാഹു തആല അറിയിപ്പ് നൽകിയ ദിവസം. ഇങ്ങനെ തുടങ്ങി പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഒട്ടനവധി അസുലഭ സന്ദേശങ്ങൾക്ക്, അസുലഭ മുഹൂർത്തങ്ങൾക്ക് നിദാനമായ പരിശുദ്ധമായ ദിനമാണ് മുഹറം 10. ഈ ദിവസത്തിൽ മഹാരഥന്മാർ രേഖപ്പെടുത്തിയ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. മുഹറം 10 ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ കാലം മുഴുവനും നോമ്പനുഷ്ഠിച്ചതുപോലെയാണ്. അതുപോലെ തന്നെ മുഹറം 10 ആ രാവിൽ, അതിന്റെ രാത്രി ഒരാൾ ഇബാദത്തിൽ ഹയാത്താക്കി കഴിഞ്ഞാൽ ആകാശങ്ങളിലുള്ള ആളുകൾ മുഴുവനും അമൽ ചെയ്ത പ്രതിഫലം അല്ലാഹു തആല അവന് നൽകും. അതുപോലെ മുഹറം 10 ഒരാൾ 4 റക്അത്ത് നിസ്കരിച്ചു. ഓരോ റക്അത്തിലും ഫാത്തിഹ സൂറത്തും 51 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ 50 വർഷം അവൻ ചെയ്ത പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുമത്രേ. ദാഹജലം കുടിപ്പിച്ചാൽ ഏറ്റവും ശക്തമായി കലശലായ ദാഹം അനുഭവപ്പെടുന്ന ദിവസം അല്ലാഹു ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം കൊടുത്ത് അവനെ സന്തോഷിപ്പിക്കും. അവനൊരിക്കലും യാചിക്കാൻ ഒരു സാഹചര്യം വരില്ല. ഒരാളല്ല, അവന്റെ ശരീരമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ വർഷം അവരെ മരണത്തോടും അല്ലാഹു തആല നൽകുകയില്ല. അതുപോലെ ഒരു യതീമിന്റെ തല കടറുകയോ അല്ലെങ്കിൽ അവന് ഗുണം ചെയ്തു കൊടുക്കുകയോ ചെയ്താൽ ആദം നബി അലൈഹി സ്വലാമിന്റെ സന്തതികളിലുള്ള മുഴുവൻ യതീമുകൾക്കും ഗുണം ചെയ്തു കൊടുത്തതുപോലുള്ള പ്രതിഫലം ലഭിക്കും. അതുപോലെ തന്നെ ഒരു രോഗിയെ അവൻ സന്ദർശിച്ചാൽ ഈ ദിവസം ഒരു രോഗം, അതുപോലെ
ഈ ദിവസം ഒരു രോഗിയെ അവൻ സന്ദർശനം നടത്തിയാൽ അതിന് അലൈഹിസ്സലാമിന്റെ സന്തതികളുള്ള മുഴുവൻ രോഗികളെ സന്ദർശിച്ചു. മുഴുവൻ രോഗികളെ സന്ദർശിച്ചതിന് സമാനമായ പ്രതിഫലം അല്ലാഹു തആല നൽകും. തന്റെ കുടുംബത്തിന് ഭക്ഷണ വിശാലം നൽകിയാൽ അല്ലാഹു തആല അവന് പിന്നീടുള്ള കാലം മുഴുവൻ അവന് ഭക്ഷണ വിശാലം നൽകും. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ, പ്രതിഫലങ്ങൾ അല്ലാഹു തആല നൽകുന്ന ദിവസമാണിത്. കാരണം ഈ പറയപ്പെട്ട മഹത്വങ്ങളോടുകൂടെ തന്നെ അതിന് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ പറയപ്പെട്ട കാരണങ്ങളോടുകൂടെ തന്നെ ഈ പറയപ്പെട്ട മഹാനന്മാരായ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ നടന്ന ദിവസം എന്നതുപോലെ തന്നെ മറ്റു ചില മഹത്വങ്ങളും ഈ ദിവസത്തിനുണ്ട്. അല്ലാഹു തആല ലോകത്തെ സൃഷ്ടിച്ചു, അല്ലാഹു തആല കരണിനെ സൃഷ്ടിച്ചു, അല്ലാഹു തആല ആകാശത്തെ സൃഷ്ടിച്ചു. അതൊക്കെ ഈ മുഹറം 10-നാണ്. അതുപോലെ അല്ലാഹു തആല ഭൂമിയുടെ സൃഷ്ടിപ്പിന് തുടക്കം കുറിച്ചത് മുഹറം 10-നാണ്. ആ മലായികത്തുകൾക്കും ദിവ്യബോധനം നൽകിയ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ അല്ലാഹു തആല സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്തതും ഈ മുഹറം 10-നാണ്. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി മനോഹരമായ ചരിത്രങ്ങൾക്ക്, മനോഹരമായ സൃഷ്ടിപ്പുകൾക്ക്, മനോഹരമായ പുറത്തുകൊടുക്കലുകൾക്ക്, മനോഹരമായ രക്ഷകൾക്ക്, വിജയങ്ങൾക്ക് വിധാനമായ ദിനം ഈ ദിവസം തന്നെയാണ്. അവസാനം ഖിയാമത്ത് സംഭവിക്കുകയും ഈ ദിവസമായിരുന്നു കർബലയിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അഹ്ലു ബൈത്തിനെയും യസീദിന്റെ കിങ്കരന്മാർ കൊലപ്പെടുത്തിയത്. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടി, പ്രയാസങ്ങൾ കൂടി ഈ ദിവസത്തിൽ നടന്നിട്ടുണ്ട്. എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. നന്മകൾ ചെയ്യാനും അല്ലാഹുവിനെ